ഇത് കണ്ട, ഇത് ഒരു പട്ടി അവിടെ നിലവറയിൽ കിടന്ന് ഉറങ്ങുന്നതാണ് ആ കണ്ടത്. ഇത് നമ്മളിങ്ങനെ ചുറ്റി നടന്ന് കാണാനുണ്ട് കേട്ടോ അമ്പലം. സത്യം പറഞ്ഞാൽ ഇത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ഈ കാവുകൾ സംരക്ഷിക്കുക, അതിലെന്തുമാത്രം ജീവികളുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ അവയ്ക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഇതിനകത്തൊക്കെ നിറച്ച ജീവികളുണ്ടാകും, പാമ്പുകളായിട്ടും അല്ലാതെയും ഒക്കെ. അതിനെ സംരക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അവിടെയുള്ള ഒരു സ്ഥലമാണ്. അതാണ് ആ കണ്ടത്. ഇതാണ് ആമക്കുളം. ഇതിന് നിറയെ ആമകളുണ്ട്. നിറയെ ആമകളെന്ന് വെച്ചാൽ നിറയെ ആമകൾ. നമുക്ക് അവിടെ ചെല്ലുന്ന നിൽക്കുമ്പോൾ കാണാൻ പറ്റും നിറയെ ആമകളിങ്ങനെ അവിടെ കൂടി നടക്കുന്നതൊക്കെ. അപ്പോൾ അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ദൈവികമായിട്ട് നമുക്കൊന്നും അതിനെ ഉപദ്രവിക്കാനും ഒന്നും പറ്റില്ല. നമുക്കിങ്ങനെ കാണാനും അതിനൊക്കെ നിരീക്ഷിക്കാനേ പറ്റൂ. അത് തന്നെ ഭാഗ്യമാണ്. കാരണം ആമേനെയൊക്കെ കൊന്ന് തിന്നുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ഒരു രീതിയും അവിടുത്തെ ആ ഒരു സത്യം എന്നാണ് നമുക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇത് 12 മണി വരെയൊക്കെ നമ്മുടെ മണർശാല അമ്പലം ഓപ്പണാണ്. 5:30 തൊട്ട് 12 മണി വരെ. നമുക്ക് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ പോയാൽ ഇതുപോലെ കുട്ടികൾക്ക് ഒരു ഉണർവായിരിക്കും. അവർക്ക് ഭഗവാനെയും തൊഴാം. പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവർക്ക് ഒരു പുതിയ അറിവാണ്. ആ അറിവ് നമ്മൾ പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മൾ കുട്ടികളായിട്ട് തന്നെ അവിടെ പോയി തൊഴുതൊക്കെ വരിക. അവിടെ ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഇന്നെ സമയക്രമം ഒന്നുമില്ല. നമ്മൾ ഈ 12 മണിക്കുള്ളിൽ ചെന്നാൽ മതി. കണ്ടോ, ഒരു തേരിട്ടയാണ്. ഇത്രയും വലിയ അട്ടേനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടോ, പട്ടി വന്നാണ് അവിടുത്തെ വെള്ളം കുടിക്കുകയാണ് പട്ടി വന്ന്. അതാണ് പറഞ്ഞത്, സമത്വമാണ്. എല്ലാവരും ഒരുപോലെ, മനുഷ്യനും മൃഗങ്ങളും എല്ലാവരും. അതാണ് ഇവിടുത്തെ ഒരു സത്യം നേരെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെ കണ്ട, അവർ കാലൊക്കെ കഴുകുവാണ്. നമ്മൾ നടന്നു വന്നിട്ട് കാലൊക്കെ കഴുകി ഇനി അതിനിടയ്ക്ക് ഇനി ഷോപ്പിങ്ങാണ്. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പഞ്ഞി മിഠായി, നമ്മുടെ കോട്ടൺ ക്യാൻഡി കണ്ടത്. കോട്ടൺ ക്യാൻഡി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അപ്പൂപ്പൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചീനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. നമുക്ക് കോട്ടൺ ക്യാൻഡി മേടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കേട്ടോ. കുറേ ബ്രേസ്ലെറ്റ്, പെൻസിൽസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവർ വാങ്ങി. അച്ചാച്ചനെയും കൊണ്ട് പോവാണ് കോട്ടൺ ക്യാൻഡി വാങ്ങിക്കാൻ. കോട്ടൺ ക്യാൻഡി വാങ്ങിച്ചു കേട്ടോ. കോട്ടൺ ക്യാൻഡി വാങ്ങിച്ചു. അവർ അത് കാറിനകത്തിരുന്ന് കഴിച്ചു. കണ്ട, കോട്ടൺ ക്യാൻഡിയാണ് ഇത് അവർ കഴിക്കുന്നത്. ഇനി നമുക്ക് അമ്പലപ്പുഴ അമ്പലത്തിൽ കൂടി പോകാനുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നട അടക്കുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൽ കൂടി പോകണം. കണ്ടോ, ആ പോകുന്ന വഴിയാണിത്. ഓക്കെ, താങ്ക് യു.